നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തുന്ന വിശുദ്ധ ബാന്ധവത്തിൻ്റെയും കൂട്ടുകെട്ടിൻ്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃക നാട്ടികയിൽ നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും CPM പഞ്ചായത്ത് ഭരണസമിതി BJPയുമായി ചേർന്ന് അധികാരം പങ്കിട്ടു. തെരഞ്ഞെടുപ്പ് സമയത്തും ക്രോസ് വോട്ട് ചെയ്ത് പരസ്പര ധാരണ ഉണ്ടാക്കിയാണ് CPMും BJPയും നാട്ടികയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ളതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായിയുടെ സർക്കാർ. ഇപ്പോൾ പരിപാവനവും പവിത്രവുമായ ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിലെ കഥകും കട്ടളപ്പടിയും ദ്വാരപാലക ശില്പം വരെ കൊള്ളയടിച്ച കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളം അമ്പരന്ന് നിൽക്കുക. ഒരു ഗവൺമെന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാർ കൂട്ടുനിന്നു. ആ സർക്കാരിന്റെ, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അവർ മോഷണ കുറ്റത്തിന് ജയിലിലാണ്. ആലോചിക്കണം, വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്, ദ്വാരപാലക ശില്പം വിറ്റതിന് കോടതിയിലാണ്. ഈ വിവരം ആദ്യം പുറത്തു വന്നപ്പോൾ എന്താ ഇവര് പറഞ്ഞത്? ഏതോ ഒരു പോറ്റി ചെയ്താണ്. അന്ന് പ്രതിപക്ഷം ഒരു വാചകം പറഞ്ഞു, ഇതേതോ ഒരു പോറ്റി മാത്രം ചെയ്തതല്ല. നാട്ടികയിലെ ജനാധിപത്യ ബോധം ആ അവിശുദ്ധ ബാന്ധവത്തെ തൂത്തെറിയുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അനിൽ പുളിക്കനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഒരു വിസ്മയമായ പൊതുപ്രവർത്തകനാണ് അനിൽ പുളിക്കൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഞാൻ അനിൽ പുളിക്കൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ സാമൂഹ്യക്ഷേമ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് A.T. നേന, ഷൈജു സായിറാം, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം K.A. ഹാറൂൺ റഷീദ്, KPCC സെക്രട്ടറി K.V. ദാസൻ, സുനിൽ അന്തിക്കാട്ട്, രാജേന്ദ്രൻ അരങ്ങത്ത്, K. ദിലീപ് കുമാർ, VR. വിജയൻ, ശോഭ സുബിൻ, P.I. ഷൗക്കത്ത് അലി, PM. സിദ്ദിഖ്, K.A. കബീർ, K.A. ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു.